കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ഒടുവിൽ ഗംഗാപ്രസാദിനെ കൊന്നു കുഴിച്ചുമൂടി കിരണും വേലുവും രതീഷും എല്ലാരും കൂടെ ചേർന്നിട്ട്. പക്ഷെ ഇതൊന്നും കാർത്തികോ ദിലീപോ ലക്ഷ്മിയമ്മയോ ആരും ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാർത്തികയുടെയും ദിലീപിന്റെയും കല്യാണം കഴിഞ്ഞു. പക്ഷെ ഇനിയിപ്പോ ആ ഗംഗ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തോ, അവരുടെ ജീവൻ എന്തേലും ആപത്തുണ്ടോ എന്നൊരു പേടി. കാർത്തിക ദിലീപിന്റെ വീട്ടിലേക്ക് പോയാലും ഭയങ്കര ടെൻഷനായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക്. ലക്ഷ്മി അമ്മ അങ്ങനെ കാർത്തികയെ ഫോൺ ചെയ്യുവാണ്. ആ സമയം കാർത്തിക ചോദിച്ചു, എന്താ അമ്മേന്ന് ചോദിച്ചു. മോളെ സൂക്ഷിക്കണം കേട്ടോ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. എന്തിനാ അമ്മേ, അമ്മയ്ക്ക് എന്താ ടെൻഷൻ എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് അവന്റെ കാര്യം ഓർത്തിട്ടെ നല്ല ടെൻഷൻ ഉണ്ട്. അവൻ ചിലപ്പോ ഇനി അങ്ങോട്ടേക്ക് വരുമോന്ന് പോലും എനിക്ക് പേടിയുണ്ട്. പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു, ചിലപ്പോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഒരുത്തൻ അറിഞ്ഞു കാണും. അങ്ങനെയാണ് അവൻ അടങ്ങിയിരിക്കില്ല, മിക്കവാറും അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അമ്മേ, ഇപ്പൊ എനിക്ക് ആ പേടിയൊന്നുമില്ല. ദിലീപേടനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് എന്റെ പേടിയൊക്കെ അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞു. മോളെ എന്നാലും സൂക്ഷിക്കണം. എന്തിനമ്മേ പേടിക്കുന്നേ? അവനെ പോലുള്ള ഒരുത്തനെ പേടിച്ച് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോഴേക്കും ദിലീപ് അങ്ങോട്ട് വന്നു. കാർത്തിയോട് ചോദിച്ചു, ആരാ കാർത്തിന്ന് ചോദിച്ചു. അമ്മയാന്ന് പറഞ്ഞു. ഇങ്ങതാ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. എന്താ അമ്മേ? മോനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ അമ്മേ പേടിക്കണേ? നമ്മൾ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. കുറച്ചൊക്കെ ഒരു ധൈര്യം വേണ്ടേ? എന്റെ കാർത്തിയുടെ കല്യാണം അതിഗംഭീരമായിട്ട് നടന്നില്ലേ? ഇനിയിപ്പൊ അവൻ വരാനൊന്നും പോകുന്നില്ല. അവൻ അറിഞ്ഞാലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്കൊരു ടെൻഷൻ. അമ്മയെ വിഷമിക്കേണ്ട, അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കാർത്തിക പറഞ്ഞു, ഇപ്പോഴെന്തോ എനിക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് ദിലീപേട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദിലീപ് ചോദിച്ചു, അതെന്താ? അല്ല, ഈ കല്യാണം പോലും നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചല്ലോ. പക്ഷെ കല്യാണം നടന്നില്ലേ? ആ സമയത്ത് അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അങ്ങനെ വന്നായിരുന്നെങ്കിൽ അവന്റെ കാര്യം തീർന്നേരം. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി, ഇനിയിപ്പൊ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് രേണു അങ്ങോട്ടേക്ക് വരുന്നേ. രേണു വന്നിട്ട് പറഞ്ഞു, ബാമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിയുടെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് കിരണും വേലുവും രതീഷും ഒക്കെ അങ്ങനെ വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിന് കല്യാണി കിരണോട് ചോദിച്ചു, അല്ല കിരണേട്ടാ, നിങ്ങളിത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. അല്ല, അത് പിന്നെ ഞങ്ങള് എന്താ കാർത്തിയേച്ചിയുടെ വീട്ടിലേക്ക് പോയായിരുന്നെന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങള് ഗംഗാപ്രസാദ് എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു പറഞ്ഞു. ഓ അങ്ങനെയായിരുന്നില്ലേ? പിന്നീട് കല്യാണി കൂടുതലൊന്നും ചോദിച്ചില്ല. കിരണ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അമലു വേലുവിന്റെ അടുത്തേക്ക് വന്നു. വേലുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല വേലുവേട്ടാ, നിങ്ങളിത് എവിടെയായിരുന്നു? കുറെ സമയമായിട്ട് കാണുന്ന പോലും ഇല്ലായിരുന്നല്ലോ. ഇനി ആ ഗംഗാപ്രസാദിനെ അന്വേഷിച്ചു പോയതാണെന്ന് ചോദിച്ചു. അത് പിന്നെ ഓ അവന്റെ കാര്യം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അവൻ തീർന്നു കിട്ടുമായിരുന്നു എനിക്ക് എത്ര സന്തോഷമായെന്ന് അറിയായിരുന്നോ? എത്രയും പെട്ടെന്ന് അവന്റെ കഥ തീർന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് കാട്ടിലേക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവൻ ഇനി ശല്യപ്പെടുത്താനൊന്നും വരത്തില്ല. എന്നാലും അവനെ തീർത്തില്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടത്തില്ലല്ലോ. അവൻ കാരണമല്ലേ എല്ലാരും ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് രതീഷ് അങ്ങോട്ട് വരുന്നേ. രതീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമലും അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് രതീഷ് ചോദിച്ചു, എന്താടാ അവൾ എന്താ ചോദിച്ചെന്ന് ചോദിച്ചു. അതെ, അവൾക്ക് നല്ല ടെൻഷനുണ്ട് ഗംഗാപ്രസാദിന്റെ കാര്യം ഓർത്തിട്ട്. അവൻ എങ്ങനെയാലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് അവള് പറയുന്നേ. അങ്ങനെയായിരുന്നെങ്കിൽ അവൾക്ക് സന്തോഷിക്കായിരുന്നെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അവളുടെ ആ സന്തോഷം കാണാൻ വേണ്ടി. പക്ഷെ എങ്കിലും പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാവില്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ പറയാതെ ഇരുന്നെന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, തൽക്കാലത്തേക്കൊന്നും പറയണ്ട, കിരൺ സാർ അങ്ങനെയല്ലേ പറഞ്ഞത്. അത് ശരിയാ സാറേ, കിരൺ സാറ് പറഞ്ഞോണ്ട് മാത്രം ഞാൻ പറയാതിരുന്നേ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ അവൻ മരിച്ചു കാണാൻ വേണ്ടിയിട്ട്. ഇതറിഞ്ഞു കഴിയുമ്പോൾ ഈ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്നും പറയാൻ പോണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രസേനും രൂപയും കൂടെ സംസാരിക്കണം. അപ്പൊ കാർത്തികയുടെയും ദിലീപിന്റെയും കല്യാണം കഴിഞ്ഞറിഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് സന്തോഷമായി. പിന്നീട് കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് ചന്ദ്രസേനൻ ചോദിച്ചു, എടാ മോനെ, എന്തേലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ലായിരുന്നു അച്ഛാ, കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടന്നു. അല്ല, അവൻ അങ്ങോട്ടേക്ക് വരുമോ മറ്റോ ചെയ്തോ? അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. ചിലപ്പോ അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അത് കേട്ടപ്പോ രൂപ പറഞ്ഞു, അവൻ അറിയാതിരിക്കോ? അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് ശരിയാ അച്ഛാ, ഇനിയിപ്പൊ അവൻ അറിഞ്ഞാലും ഇനി അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കാർത്തികയുടെയും ദിലീപിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? രൂപ പറഞ്ഞു, മോനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ചിലപ്പം നിങ്ങളുടെ അടുത്തേക്കും അവൻ ചിലപ്പം വന്നെന്നിരിക്കും. വൈരാഗ്യ ബുദ്ധിക്കാരനാ, എന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കൊന്നും വേണ്ട, ഇനി അവന്റെ ശല്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു.
നല്ല ധൈര്യത്തോടു കൂടി തന്നെ കിരൺ പറയുന്നേ. അവനെ കുന്നുകുഴിച്ചു മൂടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു കിരണിന്റെ മനസ്സിൽ. ഇനി പിന്നെ അവൻ എങ്ങനെ വരാനായിട്ടാ? അതുകൊണ്ട് കിരൺ നല്ല ധൈര്യത്തിലുമായിരുന്നു. ആ സമയത്ത് ഗംഗാപ്രസാദിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ കൂട്ടാളികൾ അന്വേഷിക്കുക. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. അവനിത് എവിടെ പോയി എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. കാരണം ഇനി അവനെങ്ങനെ പിടികൂടിയോ? ഓഡിറ്റോറിയത്തിലേക്ക് അവന്മാരെ തീർക്കുമെന്നും പറഞ്ഞു പോയതാ. പക്ഷെ അതിനുശേഷം ഒരു വിവരവും. ആ സമയം മാർട്ടിൻ പറഞ്ഞു, എടാ ഇനിയിപ്പം നമ്മളെ അന്വേഷിച്ചെങ്ങാനും പോലീസ് വരുമോ അതോ കിരണെങ്ങാനും വരുമോ? അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായെന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. ഒരു പക്ഷേങ്കിൽ അവനെ എങ്ങാനും പിടികൂടിയിട്ടുണ്ടായിരിക്കുവോ? അതറിയത്തില്ല. പോലീസ് എങ്ങാനും പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അന്വേഷിച്ച് വരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് മാറിയാലോ? തൽക്കാലത്തേക്ക് നമുക്ക് മാറിയിക്കാം. അവന് താവളം അറിയാലോ. അവൻ രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവര് രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് പോകുവാണ്. ഇതേ സമയത്ത് സരയും ശാരിയൊക്കെ സംസാരിക്കും. അവരൊക്കെ പിന്നീടാണ് കാർത്തിയുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അറിയണേ. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ഓ ദൈവമേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആ ഗംഗാപ്രസാദ് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. സരയു പറഞ്ഞു, അതെ, കുറെ കാലമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതല്ലായിരുന്നോ ഈ ഒരു കല്യാണത്തിന് വേണ്ടിട്ട്. പക്ഷെ ഇത്ര ഇടപെടിയുന്ന നടത്തുമെന്ന് നമ്മളാരും വിചാരിച്ചല്ലോ. അത് പിന്നെ ഭീഷണി ഉള്ളതുകൊണ്ടായിരിക്കും നടത്തിയത്. അല്ലെങ്കിൽ പിന്നെ അവനെങ്ങാനും വന്ന് പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, ഒരുത്തനും കൂടെ ഉണ്ട്, ആ മനോഹർ. അവന്റെ കഥയും കൂടെ തീരുവരുന്ന എനിക്കൊരു സമാധാനമായനും. ശാരി പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും ഇല്ല അവൻ ജയിലിലേക്ക് തിരികെ പോകാനായിട്ട്. അവൻ പോയിക്കോളെന്ന് പറഞ്ഞു. പോയാലും എനിക്ക് എന്ത് മനസ്സമാധാനം കിട്ടത്തില്ല. അവനിടയ്ക്ക് പരോളിന് ഇറങ്ങൂലോ. അവനെ എത്രയും പെട്ടെന്ന് അച്ഛൻ അവിടെ ഇട്ട് തീർത്താൽ മതിയായിരുന്നു. അങ്ങനെയാണ് എനിക്കും ഒന്ന് സന്തോഷിക്കായിരുന്നു. ഈ പറയുന്ന ഗംഗാപ്രസാദ് അധികം വൈകാതെ തന്നെ തീരുമെന്ന് തോന്നേ. അവനിട്ട് ഏറ്റവും വലിയ അടിയല്ലേ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മനോഹരനിട്ടും ആരെങ്കിലും ഒന്ന് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായെന്നൊക്കെ സരയു പറയാണ്. ശാരിക്കറിയാം സരയു പറയുന്ന പോലെ അത്ര പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ആ സമയം കിരൺ മുറിയിലായിരുന്നു. കിരണിന്റെ അടുത്തേക്ക് കല്യാണി വന്നു. കല്യാണി വന്നിട്ട് ചോദിച്ചു, എന്താ കിരണേട്ടാ? കിരണേട്ട എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, ഞാൻ കുറെ സമയമായിട്ട് ശ്രദ്ധിക്കുന്നേ, ആ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ കിരണേട്ടനെ കാണുന്നില്ലായിരുന്നു. പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കിരണേട്ടൻ അങ്ങോട്ട് വന്നു. ശരിക്കും പറ, എന്താ സംഭവിച്ചേ? ഗംഗാപ്രസാദ് എങ്ങാനും ഓഡിറ്റോറിയത്തിലേക്ക് വന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, വന്നില്ല. പിന്നെ കിരണേട്ടനും രതീഷും വേലും ഒക്കെ എങ്ങോട്ടാ പോയത്? ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് നിങ്ങളെ കണ്ടതേ ഇല്ല. അവിടെ ഒരു വാക്കുപോലും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് പിന്നെ ഞങ്ങള് ഗംഗാപ്രസാദിനെ കുറിച്ച് ചെറിയ വിവരം കിട്ടിയിട്ട് പോയതാ. വിവരം കിട്ടിട്ടോ? അവൻ എവിടെയാണെന്ന് മറ്റോ അറിഞ്ഞോന്ന് ചോദിച്ചു. അവനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. എന്നിട്ട് എന്താവാനാ? ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിച്ചു, അല്ല അപ്പം കാർത്തികേച്ചിനെയൊക്കെ പിന്തുടർന്ന് നിങ്ങൾ പോയതാന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? അല്ല, അങ്ങനെ ലക്ഷ്മിയമ്മയൊക്കെ പറയുന്നേട്ടെ. ഓ അതല്ലായിരുന്നു, ഞങ്ങൾ അവനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞിട്ട് പോയതാന്ന് പറഞ്ഞു. കല്യാണിക്ക് എന്തോ സംശയം. കിരണിന്റെ മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഒരു കള്ളത്തര ഫീൽ ചെയ്യുന്നുണ്ട്. സമയം കല്യാണി ചോദിച്ചു, സത്യം പറ കിരണേട്ട എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്ത്? അല്ല, എനിക്ക് കിരണേട്ടന്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. പറയുന്ന കാര്യത്തിലൊക്കെ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് നിനക്ക് വെറുതെ തോന്നാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി പിന്നെ കൂടുതലായിട്ടും ചോദിക്കാൻ പോയില്ല. കിരണ് നല്ല ടെൻഷനായി. ഇനി ഇവള് ഇപ്പോഴെങ്ങനെ കണ്ടുപിടിക്കോ? ഇവള് ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്നറിയാം. പക്ഷെ എന്നാലും കിരണിന്റെ മനസ്സിൽ വേറൊരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു. താൻ അവനെ തല്ലിച്ചതിച്ചൊരു പരുവാക്കിയിട്ടുണ്ടായിരുന്നു ഗംഗാപ്രസാദിനെ. പക്ഷെ എങ്കില് അതുകൊണ്ടൊന്നും അല്ല മരിച്ചത്. തല പൊട്ടി ചോര വന്നിട്ടാ. അങ്ങനെ തല ഇടിച്ച് വീണതാണോ? അതോ ഇനിയിപ്പോൾ ആ കമ്പി കഷ്ണം കൊണ്ട് ആരെങ്കിലും അടിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും അത് ചെയ്തേ? പക്ഷെ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ആ ഒരു ചോദ്യചിഹ്നം കിരണിന്റെ മനസ്സിൽ കിടക്കണം. താനല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇനിയിപ്പം അവനെ കുഴിച്ചിടുന്ന മറ്റാരെങ്കിലും കണ്ടോ? അങ്ങനെ 100 സംശയങ്ങളൊക്കെ കിരണിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആരാ തല്ലിയത്, അവനെ അടിച്ച് കൊന്നെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണൂട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.